കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രചരണ ജാഥയ്ക്ക് ഇടുക്കി അടിമാലിയിൽ പ്രവർത്തകരുടെ സ്വീകരണം. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ സമ്മേളന വേദിയിലേക്ക് എത്തിയത്. കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രചരണ ജാഥയ്ക്ക് അടിമാലിയിൽ പ്രവർത്തകർ ആവേശോജ്വല സ്വീകരണമൊരുക്കി. ഇന്നലെയായിരുന്നു യാത്ര ജില്ലയിൽ പ്രവേശിച്ചത്. തൊടുപുഴയിലായിരുന്നു ആദ്യ സ്വീകരണം. യാത്രയുടെ ഭാഗമായി ഇന്ന് രാവിലെ അടിമാലിയിൽ ജനകീയ ചർച്ചാ സദസ്സ് സംഘടിപ്പിച്ചു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പ്രവർത്തകർ യാത്രയ്ക്ക് സ്വീകരണമൊരുക്കിയത്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ കെ.പി.സി.സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും സമ്മേളനവേദിയിലേക്ക് ആനയിച്ചു. വാദ്യമേളങ്ങളും പരമ്പരാഗത കലാരൂപങ്ങളും പ്രകടനത്തിൽ അണിനിരന്നു. സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം നേതാക്കൾ ഇരുവരും സംസാരിച്ചു. അവരുടെ പാർട്ടി ഓഫീസുകൾ ഇതെല്ലാം വ്യാജ പട്ടയങ്ങളാണ്. ആ വ്യാജ പട്ടയം റദ്ദു ചെയ്തു എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞാൽ, അവരുടെ പേര് വിവരം കൊടുത്താൽ ഹൈക്കോടതി ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് മാറ്റും. 3000 പേർക്ക് കൂടി നാളെ പട്ടയം കൊടുക്കാമായിരുന്നു, എല്ലാം തയ്യാറാക്കി വെച്ചിട്ട്. അപ്പൊ സർക്കാർ അവിടെ വാദിക്കുന്നതൊന്ന്, ഇവിടെ നേതാക്കന്മാർ പറയുന്നതൊന്ന്. ഡി.സി.സി പ്രസിഡന്റ് സി.പി. മാത്യു അധ്യക്ഷത വഹിച്ചു. എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, മാത്യു കുഴൽനാടൻ എം.എൽ.എ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസിന്റെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്ക് പുറമെ യുവജന സംഘടനകളുടെയും വനിതാ സംഘടനകളുടെയും മറ്റിതര പോഷക സംഘടനകളുടെയും നേതാക്കൾ സംബന്ധിച്ചു. മൂന്നാർ, അടിമാലി, ഉടുമ്പൻചോല ബ്ലോക്ക് കമ്മിറ്റികളിലെയും കൊന്നത്തടി, കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റികളിലെയും പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.